കേരള പ്രാദേശികം എന്ന യൂട്യൂബ് ചാനൽ സാറിനെ കുറിച്ച് ചില വാർത്തകൾ വന്നിരുന്നല്ലോ. എന്താണ് അതിന് സത്യാവസ്ഥ? ഈ കേരള പ്രാദേശിക ചാനൽ എന്ന് പറയുന്നത് ഇരുപത്തിനെ ബേസ് ചെയ്ത തൃശ്ശൂരിലുള്ള ചാനലാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വളരെ മോശമായിട്ടാണ് പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ ഇന്നത്തെ ഒരു സാഹചര്യം, എന്റെ ബന്ധങ്ങളും സ്വാധീനങ്ങളും വെച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. ശരിക്കും വളരെ മോശമായ ഒരു സംവിധാനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തിന് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹൈക്കോടതി അഭിഭാഷകൻ BH മനസ്സിലാണ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കാരണം അത് തീർത്തും നുണയാണ്. പറഞ്ഞൊന്നും സത്യങ്ങളല്ല. എന്റെ നാമകരണ സെക്രട്ടറി കൊടുത്തതിൽ എന്റെ കേന്ദ്ര നാമകരണ സെക്രട്ടറി സമർപ്പിച്ചിട്ടുണ്ട്. അതിലെ എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ത്യയിലെ ഇന്ന് ഒരു ശിക്ഷണം വഹിക്കാത്ത വ്യക്തിയാണ് ഞാൻ കൃത്യമായി സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്നെ പറ്റി പറഞ്ഞ വാർത്തകൾ തെറ്റാണ്. ചെറുപ്പത്തിലുള്ള കളിക്കുട്ടികളുടെ കാലഘട്ടം നമ്മൾ നാട്ടിൽ നടക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾ പ്രശ്നമുണ്ടാകും. അങ്ങനെ സ്വാഭാവികം സംഭവിച്ച വിഷയങ്ങളെ മൂപ്പരെന്തോ വലിയൊരു സംഭവമാക്കി മാറ്റിയതാണ്. സത്യത്തിൽ മൂപ്പർ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. വാപ്പ എവിടെയാണ് സ്ഥലം, ഉമ്മ എവിടെയാണ് സ്ഥലം, മക്കൾ എവിടെയാണ്, പെണ്ണ എവിടെയാണ്, ഇതൊന്നും അവരുടെ ഫാമിലി പശ്ചാത്തലം തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. പിന്നെ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ടാണ് എനിക്ക് മുമ്പ് അഡ്രസ്സിൽ നോട്ടീസ് അയച്ചത്. അങ്ങനത്തെ പ്രാദേശിക ചാനലാണ്. അതിനെ കുറിച്ച് ഞാൻ ഇല്ലാതെ മറുപടി പറയുന്നില്ല. കാരണം ഞാൻ ഇന്നലെ പത്രസമ്മേളനം ഇരുപതിൽ ബുക്ക് ചെയ്യാൻ പത്രസമ്മേളനം വെച്ചിരുന്നു. അപ്പം അവർ ഇദ്ദേഹം പത്രസമ്മേളനം നടത്തരുത് അയച്ചു. കാരണം ഇതിന് ഐസൊക്കെ നടത്തരുത്. കാരണം അതെല്ലാം ഒരു ക്വാളിറ്റിയുള്ള ആളുകൾ മറുപടി പറയാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷെ കൃത്യമായ നിയമ നടപടി ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും ഭാഗത്ത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കോടതി മാനനഷ്ടത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ 3 കേസ് അദ്ദേഹം മറുപടി പറയേണ്ടി വരും. ഇതിനു മുമ്പിലെ അദ്ദേഹത്തെ അന്വേഷിച്ചോട്ടുള്ള പല ഭാഗത്തും പലവരെയും ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുക. യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു സംവിധാനം. ഈ യൂട്യൂബ് ചാനലിന്റെ ഒരു നടക്കുന്ന കാര്യമാണ്. ഓരോരുത്തരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, ബിസിനസ്സുകാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അവരെ സെറ്റിൽമെന്റ് പോലെ പൈസ മേടിക്കുക. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഇംഗ്ലീഷിന്റെ ഫോണാണെന്നൊക്കെ പറയുന്നു. ആ രീതിയിൽപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഈ വ്യക്തി. ഈ ചാനലിന്റെ ഇരുപത്തിയേഴ് മണ്ണപ്പുറമാണ് വീട് പറഞ്ഞു കേട്ടു. വീട് പോലും പല 5-6 ആളുകൾ പറഞ്ഞു. കബീറിനാണ് പേര്. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല. എല്ലാം നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു. അത് നിയമപരമായിട്ട് നേരിടും. ഏത് ദിവസങ്ങളും മാപ്പ് പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചില്ലെങ്കിൽ വലിയ നിയമ നടപടിക്ക് അദ്ദേഹം വിധേയനാവും. അതാണ് അതിനെ കുറിച്ച് എനിക്ക് പറയുന്നത്.